Hello guys! Nice to meet you! സ്റ്റേഷൻ. അപ്പോൾ നമ്മൾ കൂനൂർ സ്റ്റേഷനെത്തി. പഴയ ഒരു സ്റ്റേഷൻ, അടിപൊളി സൂപ്പർ ബിൽഡിങ്. നമ്മൾ മറ്റേ ഏടാ കിലുക്കത്തിനകത്ത് കാണുന്ന സാധനങ്ങളാ ഗോയ്സ്. അതന്നെ അടിപൊളിയാണ്, അടിപൊളി. ഇത് വന്ന് അമേരിക്കയിലെത്തിയോ? ആയിപ്പന്മാർ മാത്രമേ ഉള്ളല്ലോ. ഇത് മേട്ടുപ്പാളയം റെയിൽവേ സ്റ്റേഷനിലെ ഒരു കാഴ്ചയാണ്. ഇവർ ആൾക്കാരെ നോക്കി നടന്ന് കണ്ടുപിടിച്ച് അവർക്ക് പോകേണ്ട സ്ഥലത്ത് കൊണ്ടുപോകും. உரிமம் பெற்ற போர்ட்டல்களை மட்டுமே பயணிகள் நாடவும். ഇതാണ് മേട്ടുപ്പാളയം എന്ന റെയിൽവേ സ്റ്റേഷൻ. ചെറിയ റെയിൽവേ സ്റ്റേഷൻ, നല്ല ഭംഗിയുള്ള സ്റ്റേഷൻ. മേട്ടുപ്പാളയം വഴിയുള്ള ഊട്ടിയിലേക്കുള്ള യാത്ര അതൊരു പ്രത്യേക എക്സ്പീരിയൻസ് ആണ്. അത് ആസ്വദിക്കാനാണ് ഞങ്ങൾ വന്നേക്കുന്നത്. ഏകദേശം 4 മാസം മുമ്പ് ഞങ്ങൾ ഓൺലൈനിൽ കൂടെ ബുക്ക് ചെയ്താണ് ഞങ്ങൾക്ക് ഈ ടിക്കറ്റിൽ കിട്ടിയിരിക്കുന്നത്. അപ്പം ഈ യാത്ര ഒന്ന് ആസ്വദിക്കണം. നമ്മളിതിലെ കയറി ഇപ്പുറത്തോട്ട് വരുമ്പോൾ ഇവിടെ നമ്മൾ ട്രെയിൻ കിടപ്പുണ്ട്. ട്രെയിൻ നേരത്തെ പോകുന്ന കിടപ്പുണ്ട്. ഇതാണ് സാധനം. കോട്ടയത്തുനിന്ന് ഞങ്ങൾ കോയമ്പത്തൂരെത്തി. കോയമ്പത്തൂരിൽ നിന്ന് അടുത്ത ട്രെയിനിൽ കയറി നേരെ മേട്ടുപ്പാളയം. ഇവിടുന്ന് രാവിലെ കൃത്യം 7:10 ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഇത് എൻജിൻ കണക്ട് ചെയ്യാൻ പോവാണ്. ഇപ്പം എൻജിനൊക്കെ കണക്ട് ചെയ്ത് ഓൾമോസ്റ്റ് ആൾക്കാർ ഫുള്ളായിട്ടുണ്ട് ട്രെയിനിൽ. ഇനിയിപ്പം 7:10 ട്രെയിൻ ഇവിടുന്ന് എടുക്കുന്നതായിരിക്കും. ഇതെല്ലാം പിടിപ്പിക്കുന്നത്. ഞങ്ങളെവിടെ കയറണ്ടേ? കയറാവോ? എന്നാ കയറ്. അപ്പോൾ സ്റ്റീം എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇഷ്ടംപോലെ ആൾക്കാർ ഫോട്ടോ എടുക്കും. അപ്പോൾ രാവിലെ സൂര്യൻ ഉദിച്ച് വരുന്ന ഒരു രംഗമാണ്. അടിപൊളി. സൂര്യൻ ഉദിച്ച് വരുന്നു. ഊട്ടി പോകുന്ന ട്രെയിനായിരുന്നു ഇഡലി അടിക്കുന്നു. ഇപ്പൊ കഴിക്കാം. അങ്ങോട്ട് വിട്ട ഒരു സാധനം കിട്ടത്തില്ല. ഇവിടെ ഇത് ഭയങ്കര രസമുള്ളൊരു യാത്രയായിരുന്നു അല്ലേ? മലനിരകൾ കണ്ടു തുടങ്ങി. അങ്ങനെ ഞങ്ങൾ സ്റ്റേഷനിലെത്തി. അയ്യോ, ഇതാണ് ഞങ്ങളുടെ വണ്ടി. ഓഹോ, എല്ലാവരും എഞ്ചിൻ്റെ അങ്ങോട്ടാണ് പോകുന്നത്. അടിപൊളി ഒരു സ്റ്റേഷൻ. എല്ലാവരും എഞ്ചിൻ്റെ ഭാഗത്തോട്ട് പോകുന്നത്, സ്റ്റീം എഞ്ചിൻ്റെ അങ്ങോട്ട്. ഇടയ്ക്കെല്ലാം ഓയിൽ ഒഴിച്ചു കൊടുക്കണം.
ഈ ആവി അടിച്ച് കയറി വെള്ളം അടിച്ച് കയറിയെല്ലാം പോകുന്നെല്ലാം ഇവിടെ. ഇതിനെപ്പോഴും ഓയിലിടണം അല്ലേ? ആവി വരുന്നുണ്ട്. പുട്ട് റെഡിയായെന്ന് എനിക്ക് തോന്നുന്നു. അവനാ മെയിൻ തള്ളുകാരൻ ഇവൻ. ഇവിടെ വന്ന് വെള്ളം ഫില്ല് ചെയ്യുന്നുണ്ട് ട്രെയിനകത്ത്. ആവി സ്റ്റീം ഉണ്ടാക്കണമെങ്കിൽ ഇവിടെ വെള്ളം ഫില്ല് ചെയ്യുന്നുണ്ട്. വെള്ളം ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുമോ? ആ വെള്ളം പിന്നെ ചൂടായി തിളച്ച് വേണം ഇത് പോകാൻ. ഞങ്ങൾക്ക് കയറാൻ സമയം. നമ്മളെ ട്രെയിനെ ഫോളോ ചെയ്ത് ഒരുത്തർ പറക്കുന്നുണ്ട്. ഇനി മല കയറാൻ പോവാ. ടാറ്റ ടാറ്റ ടാറ്റ. അങ്ങനെ ഞങ്ങളുടെ ഊട്ടി യാത്ര രസകരമായിക്കൊണ്ടിരിക്കുകയാണ്. ബസ്സേ വന്ന എങ്ങനെ ട്രെയിനിൽ പോകുന്നു? അതെ, ഇവനാണ് ഞങ്ങളെ ഇങ്ങനെ ഇത് കാണിക്കാൻ. ഞങ്ങളെ ദൈവമാണ്, ഞങ്ങളുടെ ദൈവമാണ് സല്ലപ്പൻ. അയ്യോ, ഇതൊക്കെ കാണേണ്ട കാഴ്ച. പോയോ എൻ്റെ പൊന്നെ. എനിക്ക് ഈ സായിപ്പുമാരെ സമ്മതിക്കണം എൻ്റെ പൊന്നെ. അടിപൊളി. മാറിക്കടാ. കൊരങ്ങന്മാര്. ആ, അടിപൊളി സ്ഥലം. ഇതൊരു സ്റ്റേഷനാണ്. ഇത് സ്റ്റേഷനാണ്. അങ്ങനെ ഞങ്ങൾ സ്റ്റേഷനിൽ നിർത്തി. ഹിൽ സ്റ്റേഷൻ. ആ, കൊരങ്ങന്മാരുടെ ശല്യമുണ്ട്. ഓയ്യോ, അടുത്ത ആനപ്പിണ്ട കിടക്കുന്നതാ. ദൈവമേ, കാട്ടാന ഇറങ്ങുന്ന സ്ഥലമായത്. ഇത് കണ്ടോ, ആനപ്പിണ്ടം. അയ്യോ, കാട്ടാന ഇറങ്ങുന്ന സ്ഥലത്താണ്. ഇവിടെ ഇതിനകത്ത് വെള്ളം നിറക്കുന്നൊരു പരിപാടി നടക്കുന്നത്. എഞ്ചിനകത്ത് വെള്ളം നിറയ്ക്കും. ആണ് ഇവിടെ നടക്കാൻ പോകുന്ന പരിപാടി. ഇവിടെ കൊരങ്ങന്മാരെ ഇവിടെ ബാഗ് അടിച്ചോണ്ട് പോവോ? മുമ്പളെ അടുത്ത് നിൽക്കുന്നുണ്ടോ? നല്ലൊരു തുരങ്കമുണ്ട്. തുരങ്കത്തിനാണ്. അപ്പം ഇതാണ് ഈ സംഭവം. ഇതേ കൂടെ പിടിച്ചാൽ ഇത് കയറി വരുന്നുണ്ടോ? ഇതേ ലോക്ക് ചെയ്താണ് കയറി വരുന്നത്. ഞങ്ങൾ തുരങ്കത്തിനകത്ത് കയറി. അയ്യോ, അടിപൊളി തുരങ്കം, രസമുണ്ട്. ഇതിൻ്റെ അപ്പുറം എൻ്റെ കാണാൻ കേട്ടോ. അടിപൊളി, നല്ല തണുപ്പല്ലടാ. അയ്യോ, കിടുക്കാച്ചി തണുപ്പ്. അയ്യോ, അതാ അതാ ഭയങ്കര രസം. ഇത് വെള്ളം നിറയ്ക്കാൻ വേണ്ടി നിർത്തിയ സ്ഥലമാണ്. അടിപൊളി സ്ഥലം. പക്ഷെ ഇവിടെ കാട്ടാന ഇഷ്ടം പോലെ ഉള്ളതാണ്. ആനപ്പിണ്ടത്തിൻ്റെ ബഹളം ഇവിടെ. കാട്ടാനയും കാട്ടുപോത്തും എല്ലാം ഉണ്ട്.
നല്ലൊരു വ്യൂ പോയിന്റ് ഉണ്ട്. ഹായ്. നമ്മള് വിസിലടിച്ചു നമുക്കെല്ലാം പോ. ഇവിടെ ആന ഉള്ളതാന്ന് ഫോറസ്റ്റാ? ഇവിടെ ആനയുണ്ട്. ചൂട് സാധനമാണ്. പിണ്ടം നോക്കിട്ട് സാധനം ടേസ്റ്റ് ചെയ്ത് ചൂട് സാധനമാണ്. അസല് കൂർക്ക. നല്ല ഉഗ്രം പിണ്ടം. മതി തിന്നെ. മതിയടോ. അങ്ങനെ ഓടിപ്പോളി. എന്റെ പൊന്നെ ലുക്കെന്ന് പറഞ്ഞ ഒരു രക്ഷയില്ല. അയ്യോ ഇതെന്നാള് എന്റെ പൊന്നളിയ. അയ്യോ വീണ്ടും അടുത്ത പാലത്തക്കടെ പോവാണ്. തുപ്പി ഇത് യൂട്യൂബിനകത്ത് തുപ്പല് വരും കേട്ടോ. യൂട്യൂബിനകത്ത് തുപ്പിയത് ഗൈസ്. ഒരുത്ത യൂട്യൂബിനകത്ത് തുപ്പി വെച്ച്. അയ്യോ മല ഉണ്ടോടാ അവിടെ വെള്ളച്ചാട്ടം. ഓമ്പോ ആ മല ഒടുക്കത്തെ വെള്ളച്ചാട്ടം. ദേഹമുണ്ടോ അവിടെ? ഇതൊരു പാറ. ഇതൊരു പാറ കണ്ടോടാ. വെള്ളം വീഴുന്നു. വെള്ളം ചാടുന്നോടാ അങ്ങ് മണ്ടയ്ക്ക്. അവിടെ വെള്ളച്ചാട്ടം കണ്ടോ? കണ്ടോ കണ്ടോ ഒടുക്കത്തെ വെള്ളച്ചാട്ടം. അമ്പോ എന്നാണെങ്കിൽ ഈ റൂട്ട് വരണം അല്ലടാ. ഇതിനെ വരണം. ഇത് നഷ്ടം വന്നില്ലെങ്കിൽ പിന്നെ ഇത് വരേണ്ട കേസ് തന്നെ. ഈ സാധനേ മുഴുവൻ ഓടിച്ചേ പറ്റുള്ളൂ. കുറെ വീട് കാണോ? ഒന്നും കാണത്തില്ല. കാണത്തില്ല അടുത്ത്. സ്റ്റേഷൻ സ്റ്റേഷൻ ഇതിന്റെ അടുത്ത വെള്ളം നിറയ്ക്കുന്നു. ഇവര് എല്ലാ സാധനവും ടൈറ്റ് ആണോ എന്നൊക്കെ നോക്കും കേട്ടോ. ടൈറ്റ് ആണോ നോക്കും. അതിന് ഓയിൽ ഒഴിക്കും. ഓരോ സ്റ്റേഷൻ നടത്തുമ്പോഴും ഓയിൽ ഒഴിക്കും.
അപ്പോൾ എല്ലാം ചെക്ക് ചെയ്യും. ഇവരെ അത് കറക്റ്റ് ചെയ്തോ അത് വെള്ളം സൈഡിലോട്ട് പോയി. എടാ സ്റ്റേഷൻ വന്നു കേട്ടോ. അയ്യോ അടിപൊളി സ്റ്റേഷൻ, ഒരു രക്ഷയില്ല. പൊളി സ്ഥലം. എന്റെ വെറുതെ വെള്ളച്ചാട്ടം എടുത്തുകൊണ്ടോ അല്ലേ? അതെ ഹാൻഡ് ബ്രേക്ക് ഇട്ട് ഞാൻ നോക്കണേ. പൊളി സ്ഥലം. ഓറഞ്ച് ചേട്ടാ, ഓറഞ്ച് തന്നെ അല്ലേ? 350 പൈപ്പ് സ്ഥലം എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. ലൈറ്റും എല്ലാം കൊണ്ടും അടിപൊളി. വരുന്നടാ പൊളി സ്ഥലം. എൻ്റെ പൊന്നെ, ഒടുക്കത്തെ വ്യൂ. വെറുതെ ഇതൊക്കെ വന്ന് കാണേണ്ടത് തന്നെ കേട്ടോ, ഒരു രക്ഷയില്ല. പൊളിക്കും. വരുന്നടാ. അയ്യോ ഇത് ഭയങ്കരം അടിപൊളി സ്ഥലമാണ്. പക്ഷേ ഇച്ചിരി ഡേഞ്ചർ ആയിട്ടുള്ള സ്ഥലമാണ് നമ്മളെ ഗൈഡ് സനല് പറഞ്ഞത്. അയ്യോ ഇത് ഭയങ്കര രസമാണ്. എൻ്റെ പൊന്നെ, ഞാനിപ്പോഴാണ് കാണുന്നത്. കേസ് നിങ്ങളൊന്ന് കണ്ടു നോക്കണേ. അല്ല നീന്തല്ല, അതുകൊണ്ടോ ആഴെ പോയി എല്ലാം കൂടെ. ഒയ്യോ അടാ, അത് കണ്ടോ മേളിൽ വഴിയുണ്ട്. അത് കണ്ടോ ബസ്സൊക്കെ നിർത്തിയിട്ടേക്ക്. നാട്ടെ അവരവിടെ നിന്ന് ഇത് കാണുന്നു, നമ്മൾ താഴെ നിൽക്കണൊക്കെ. പോവും. ഒയ്യോ പൊളി മാൻ, പൊളി. ജിബു നോക്കി നടക്കണേ. വന്നതിൽ ഏറ്റവും ഭംഗിയുള്ള സ്ഥലവും ഡേഞ്ചർ ആയിട്ടുള്ള സ്ഥലം അതെ. എന്റെ മുന്നിൽ ഒരു രക്ഷയില്ല. പൊളി സ്ഥലം. മണിക്കുട്ടാ അത് വാള ആരെ വിറയ്ക്കുന്നത്? പേടിച്ചിരിക്കണോ? വാ എന്റെ പൊന്നെ. അയ്യോ ഒരു രക്ഷയിലുള്ളത്. ഞാൻ നിൽക്കുന്ന സ്ഥലം കണ്ടോ, ഇങ്ങനെയാണ് ഇവിടെ നിൽക്കുന്നത്. ഇതുകൊണ്ടോ ഇവിടെ നിന്ന് വീണ പാറ തലേം തല്ലി വീണ് പണി മാറും. ഒരു രക്ഷയില്ല. അയ്യോ ശരിക്കും നമ്മളിതേ വെറും പൊട്ടന്മാരാണ് ഇത്ര നാളെ ജീവിച്ചല്ലേ. ഇങ്ങനെ സ്ഥലം ഉണ്ടായിരുന്നു. ഞാനൊരു പൊട്ടൻ വരും. സ്ഥലപ്പാണല്ലോ നമ്മള് സ്ഥലം കണ്ടത്. അയ്യോ അമ്മച്ചി വണ്ടി പോകുന്നു. അയ്യേ വണ്ടി ആളുടെ വഴിക്കട വണ്ടി പോകുന്നു. ഒരേ ലെവലില്
ഓടി 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 വഴിയിലെത്തിയല്ലടാ. എന്നാ മരമാടാ അത്. നോക്കാം നീ വേണം വെക്കാം. അടിപൊളി. നമ്മളങ്ങനെ ടൗണിൽ കുന്നൂരാടാ കൂനൂർ ടൗണിലെത്തി. മൈൻഡ് ചെയ്തില്ല, ആരും മൈൻഡ് ചെയ്തില്ല. ചമ്മത്തില്ല, ചമ്മത്തില്ല. സ്റ്റേഷൻ അപ്പോൾ നമ്മൾ കൂനൂർ സ്റ്റേഷനെത്തി. പഴയ ഒരു സ്റ്റേഷൻ, അടിപൊളി സൂപ്പർ ബിൽഡിങ്. നമ്മളെ മറ്റേ എടാ കിലുക്കത്തിനകത്ത് കാണുന്ന സാധനങ്ങളാ. ഗോസ് അതന്നെ അടിപൊളി. ഇത് വന്ന് അമേരിക്കയിലെത്തിയോ? വായ്പമാർ മാത്രമേ ഉള്ളല്ലോ. എടാ പോടാ, വേറെ എന്താ രാജ്യം നീ നോക്കിയേ. എടാ നീ വേറെ സ്ഥലത്തെത്തുന്നു, സ്വിറ്റ്സർലൻഡിൽ എത്തിയത് നീ നോക്കുമല്ലോ. സ്റ്റേഷനിലെത്തി, അടിപൊളി സ്ഥലം. യെസ് അടുത്തടാ. അയ്യോ ഇവിടെ ഫോറിനേഴ്സിന്റെ ബഹളമാണ് ഫോനേര്. ഇവിടെ വെച്ച് നമ്മുടെ എൻജിൻ ചേഞ്ച് ചെയ്യുമെന്ന് പറഞ്ഞു. ഇത് പഴയ സ്റ്റേഷനാണ്, കൂനൂർ സ്റ്റേഷൻ. കുന്നൂർ ആൾക്കാർ ടിക്കറ്റ് എടുക്കാൻ നിൽക്കുന്നു. അടിപൊളി. ഇവിടെ വെച്ച് നമ്മുടെ എൻജിൻ ചേഞ്ച് ചെയ്യണം. അപ്പോൾ എൻജിൻ ചേഞ്ച് ചെയ്യുന്നതിൻ്റെ പണി ഇവിടെ നടക്കുന്നുണ്ട്. ഇനി നമ്മുടെ ഡീസൽ എൻജിനായിരിക്കും. എൻജിൻ ഇവിടെ ചേഞ്ച് ചെയ്യും. ഇവനോട് നമ്മൾ വിട പറയുന്നു. അതുപോലെ ജിമാസ് വിദേശികൾ ഇഷ്ടം പോലെ. എൻജിനൊക്കെ ഇരിപ്പുണ്ട്. കൂനൂർ സ്റ്റേഷൻ കൂനൂർ. ഒന്നടിച്ചു കഴിഞ്ഞാൽ നിർത്തും, രണ്ടടിച്ചാൽ സദ്യയൊക്കെ ഉറങ്ങാൻ വന്നതാണോ? 42 ദിവസം ഞാനൊക്കെ പവറായിട്ടിരിക്കുകയാണ്. നാളെയില്ല സദ്യയൊക്കെ പവറാന്ന് പറയുന്നത് കേട്ടോ. ഒരു ബൊക്കെ സദ്യ പവറാണ്. അതും വളത്തിൽ
ഉണ്ടാവുമെന്ന് അറിയത്തില്ല. ഇതിന്റെ ടെൻഷൻ